ഇതാണ് മെക്മാർക്കിൻ്റെ 380 കോക്കനട്ട് കപ്പാസിറ്റി വരുന്ന ഇലക്ട്രിക്കൽ കൊപ്ര ഡ്രയർ. ഇതിൽ ടോട്ടൽ 24 ട്രേ വരും. ഈ ട്രേയുടെ സൈസ് ഏകദേശം 2 അടി നീളവും 1.5 അടി വീതം വരുന്ന 24 ട്രേ ആണ് വരുന്നത്. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് മൾട്ടിപർപ്പസ് ഇലക്ട്രിക്കൽ കൊപ്ര ഡ്രയറാണ്. ഇതിൻ്റെ പുറം ബോഡി നിർമ്മിച്ചിട്ടുള്ളത് ഹൈലോൺ ഷീറ്റും ഉൾബോഡി നിർമ്മിച്ചിട്ടുള്ളത് മെറ്റൽ ഷീറ്റുമാണ്. ഇത് 30 mm തിക്നെസ് ആണ് വരുന്നത്. ഈ മെറ്റൽ ബോഡിയുടെയും അതുപോലെ തന്നെ ഹൈലോൺ ഷീറ്റ് ബോഡി പുറം ബോഡിയുടെയും ഉൾവശം ഗ്ലാസ് പൂളിൽ നിന്ന് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ. ഈ ഡ്രയറിനെ കുറിച്ചുള്ള ഫുള്ളി ഡീറ്റെയിൽസ് ഇതിൽ നമ്മൾ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഇതിൻ്റെ മോയ്സ്ചർ പോകാനുള്ളതാണ്. ഇത് പച്ചനാളികേരമാണെങ്കിൽ ഏകദേശം 30 മണിക്കൂർ വെക്കണം. 30 മണിക്കൂർ പച്ചനാൾ വെട്ടിവെച്ച് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഷട്ടർ അല്പം തുറന്നു വെക്കുകയാണ് നല്ലത്. ചിരട്ടിൽ നിന്നൊക്കെ എടുത്തതിന് ശേഷം രണ്ടാമത് വീണ്ടും സെറ്റ് ചെയ്യുമ്പോൾ ഈ ഷട്ടർ ക്ലോസ് ചെയ്യുന്നതാണ് വെക്കേണ്ടത്. ഇത് ചുമരിൻ്റെ അടുപ്പിച്ച് വെക്കണം. ഏകദേശം ഒരു 30 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ട് വെക്കണം. നമ്മൾ ചുമരിനോട് ചാരി ഒരിക്കലും ഇത് വെക്കാൻ പാടില്ല. അപ്പോൾ ഇതാണ് ഈ കാണുന്നതാണ് ഇതിൻ്റെ കൺട്രോൾ സിസ്റ്റം. ഇതാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ. ഇത് ടൈമറാണ്. ഓക്കെ, ഇതിൻ്റെ കൺട്രോൾ സിസ്റ്റങ്ങളാണ്. ഇതിൻ്റെ ലൈറ്റ്, ഈ ഡ്രയറിൻ്റെ ഉൾവശം കാണാൻ ലൈറ്റൊക്കെയാണ് ഈ സ്വിച്ച് കാണുന്നത്. ഇതിൽ നമുക്കൊന്ന് തുറന്നു നോക്കാം. ഈ ഡ്രയറുടെ ഉൾവശം, ഡ്രയറിൻ്റെ ഉൾവശം നമുക്കൊന്ന് തുറന്നു നോക്കാവുന്നതാണ്. ഇത് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ലോക്കൊക്കെയാണത്. ഏതൊരാൾക്കും അനായാസം തുറക്കാൻ പറ്റാവുന്ന ലോക്കൊക്കെയാണത്. ഇതാണ് ഇതിൻ്റെ ട്രേ. ഈ ട്രേ നല്ല ഫുള്ളി സ്ട്രോങ് ആണ്. ഇങ്ങനെ 21 ഭാഗത്ത് 12 ട്രേയും മറുഭാഗത്ത് 12 ട്രേയും ആണ് വരുന്നത്. ഇതാണ് GI വിത്ത് അലുമിനിയാണ് ഈ ട്രേ വരുന്നത്. ഇങ്ങനത്തെ 12 ട്രേ ആണ് വരുന്നത്. ഫുള്ളി സ്ട്രോങ് ആണ്. ഇത് ഏകദേശം 2 അടി നീളവും 1.5 അടി വീതി വരുന്ന 12 ട്രേ ആണ് വരുന്നത്. ഈ മറുവശത്തും ഒരു 12 ട്രേയോളം വരുന്നതാണ്. ഇതുവഴി ഒരു 12 ട്രേയോളം വരും. ഈ ഡ്രയറിനകത്ത് നമ്മൾ ഏത് സാധനവും മൾട്ടിപർപ്പസ് ആയിട്ട് ഉപയോഗിക്കുക. നാളികേരം ഉണക്കുക, അതുപോലെ തന്നെ ജാതിക്ക ഉണക്കുക, ജാതിപത്രി ഉണക്കുക, മല്ലി ഉണക്കുക, മുളക് ഉണക്കുക, അതുപോലെ തന്നെ അരി നനച്ചരി ഉണക്കുക, പച്ചരി ഉണക്കുക, അങ്ങനെ ഏതെല്ലാം ഐറ്റംസ് ഉണ്ടോ ഒക്കെ അതിൽ ഉണക്കാൻ പറ്റാവുന്ന ഒരു മൾട്ടിപർപ്പസ് ഡ്രയറാണ്. പച്ചരി ആണെങ്കിൽ ഏകദേശം ഒരു 2 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് അല്ലെങ്കിൽ പൊടിക്കാനുള്ള പരുവത്തിലായി കിട്ടും. അതുപോലെ തന്നെ മുളകും കഴുകി ഉണക്കിയ മുളകൊക്കെയാണെങ്കിൽ ഒരു 2 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് റെഡിയായി കിട്ടും. അതുപോലെ തന്നെ മല്ലിയും അതുപോലെ തന്നെ 2 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് പൊടിക്കാനുള്ള പരുവത്തിലായിരിക്കും. അങ്ങനെ ഏതെല്ലാം ഐറ്റംസുകളുണ്ടോ എല്ലാം നമുക്കതിൽ വളരെ ഈസി ആയിട്ട് വളരെ ഫാസ്റ്റായിട്ട് എല്ലാവർക്കും ഒരു കൊമേഴ്ഷ്യൽ പർപ്പസായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു ഡ്രയറാണ് ഈ 380 കോക്കനട്ട് കപ്പാസിറ്റി വരുന്ന ഇലക്ട്രിക്കൽ കൊപ്ര ഡ്രയർ.